ഡ്യൂട്ടിയോ? എന്ത് ഡ്യൂട്ടി? അത് മോളെ, പിന്നെ ഒരു കൂട്ടുകാരന്റെ കാർ ഒന്ന് നന്നാക്കണമായിരുന്നു. അതിന് രാത്രി ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുക. അതാ. അതെ അതെ, അതിന് പോയേ പറ്റൂ. അച്ഛനും അമ്മയും എന്നിൽ നിന്ന് എന്തൊക്കെ ഒളിക്കുന്നുണ്ട്. എന്ത് വിളിക്കാൻ? ഒന്നുമില്ല മോളെ, എല്ലാം നിന്റെ തോന്നല. ദേ, ഇന്ന് ഇവിടുത്തെ അടുക്കളയിൽ പാകം ചെയ്യുന്ന ഭക്ഷണം തന്നെ കഴിക്കണം എന്നാ. എന്നാ അതിലുള്ള കാര്യങ്ങളൊക്കെ മോള് നോക്ക്. ഒരു വീട്ടിൽ വന്നാ പാലിക്കേണ്ട സാമാന്യ മര്യാദ പോലും ഇല്ലാത്തവൻ. സാമാന്യ മര്യാദയോ? അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അത് നിനക്കറിയില്ല. അതറിയണെങ്കിലേ നല്ല തന്തയ്ക്ക് പറക്കണമായിരിക്കും അല്ലേ? അല്ല, ഈ പറയുന്ന നിനക്കും അങ്ങനെ ഒരു പിറവി അല്ലല്ലോ. ആ, എനിക്കാണെങ്കിൽ തന്തയാര് തള്ളയാരെന്ന് കൂടി അറിയില്ല. അല്ല, നിന്റെ പോലത്തെ ഒരു തന്തയാണെങ്കിൽ അതറിയാതിരിക്കുന്നതാ നല്ലത്. അതാണ് നല്ലത്. ആണുങ്ങളില്ലാത്ത നേരത്തെ സ്ത്രീകളുടെ മുറി കയറിയിരിക്കുന്നതേ ചെറ്റത്ര. ഓ, അറിയാം. ആ, അളിയ, നീ എന്നിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാ മതി. ഞാൻ ഇനിയും വരും. തോന്നിയിടത്തൊക്കെ കേറും. തോന്നിയതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യും. അറിയാലോ നിനക്കെന്റെ സ്വഭാവം. നിനക്ക് വേണ്ടത് പണമല്ലേ? അതിന്റെ പേരും പറഞ്ഞ് ഇവിടെ കയറി വന്നെ ശല്യപ്പെടുത്തരുത്. ഞാൻ ഉദ്ദേശിച്ച പണം എനിക്ക് കിട്ടുന്നത് വരെ ഇതുപോലെയൊക്കെ എന്റെ വരവുണ്ടാവും. ശല്യപ്പെടുത്തലൊക്കെ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. ഈ കുടുംബത്തിനൊരു മഹിമയുണ്ട്. തുല്യതയുള്ളവരെ ചേരാവൂ, അല്ലെങ്കിൽ ഇത് നാളെ പതിവാകും. കുലം നശിക്കും. കുടുംബദേവതകൾ പടിയിറങ്ങും. ആനന്ദവല്ലിയുടെ അടവുകളെല്ലാം പൊളിച്ചടുക്കിയിട്ട് അവള് മാതൃകാ വീട്ടമ്മ ചമഞ്ഞങ്ങനെ ഞെളിഞ്ഞ് നടക്കണ്ട. അവളുടെ ഓരോ വിജയവും അപ്പച്ചിയുടെ ചെയ്ത ആളെ കത്താൻ വെക്കുന്ന തീക്കൊള്ളിക്ക് തുല്യ. തോറ്റു കൊടുക്കരുത് അപ്പച്ചി. അവളെയും ജഗനെയും തമ്മിൽ പിരിക്കണം. ഒരിക്കലും അടുക്കാത്ത വിധത്തിൽ അവരകലണം. ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വന്ദനയെ ചൂലെടുത്ത് നാട്ടുകാരെ കൊണ്ട് അടിച്ചോടിപ്പിച്ചിരിക്കണം. പിന്നെ ഏത് അഗ്നിപരീക്ഷണം നടത്തി വന്നാലും അവളെ ജഗൻ സ്വീകരിക്കാത്ത തരത്തിലാക്കും ഞാൻ. ഐഡിയ കൊള്ളാപ്പച്ചി. നാട്ടുകാര് മാനത്തിന് വില പറഞ്ഞു തുടങ്ങിയ പിന്നെ അവൾക്ക് മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ പറ്റില്ല. മാനം നഷ്ടപ്പെട്ട് ജീവിക്കാൻ അഭിമാനിയായ മാധവനും ചന്ദ്രയും തയ്യാറാവില്ല. അതോടെ ആ കുടുംബം ഒറ്റ ചിതയിൽ എരിഞ്ഞടങ്ങും. പിന്നെ ആ എരണം കെട്ട കൊച്ചിന് അനാഥാലയായിരിക്കും ശരണം. പക്ഷെ ഇവളെ നാട്ടുകാരെ കൊണ്ട് കല്ലെറിഞ്ഞ് ഓടിപ്പിക്കാൻ എന്താ ഒരു മാർഗം? ഒരു ബ്രഹ്മാസ്ത്രം ഉണ്ടേ ആനന്ദവല്ലിയുടെ അവനാഴിയില്. മോനെ, നീ എന്തായി കാണിച്ചേ? ഗർഭിണിയായ ഇവിടെ ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ? ഇത്രയ്ക്കും ക്രൂരനാണോ നീ? ഞാൻ നിന്നെ തല്ലിയോ? ഒരുപാട് തല്ലിയോ? അയ്യോ, സോറി വർഷ.
ക്ഷമിക്കണം. എനിക്ക് മാപ്പ് തരണം. പക്ഷേ നീ എനിക്ക് മാപ്പ് തരണം. സോറി മോളെ. ഏട്ടാ എന്താ ഇത്? മോളെ, ഞാൻ നിന്നെ സോറി. മോളെ, ഞാൻ നിന്നെ സോറി. വർഷ നീ എന്റെ കുഞ്ഞിനെ ചുമക്കുന്നവളാ. നിന്നെ അങ്ങ് എന്താ ഏട്ടാ ഇതൊക്കെ? ഏട്ടൻ എന്നെ തല്ലാനുള്ള അധികാരമൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ എന്നോട് മാപ്പ് പറയുന്നേ? മോനെ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ നോക്കിയാ മതി. ഞാൻ എന്നോട് ക്ഷമിക്കും മുത്തശ്ശി. ഞാൻ എന്റെ മോളെ